ഡിഗ്രി 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. അതുകൂടാതെ നേനുവിന്റെ ആങ്ങളെയും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മറ്റൊന്നല്ല, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു അവതാരത്തെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയാൻ ചാൻസ് ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. ചിലപ്പോൾ മേ ബി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇന്നത്തെ രേണുവിൻ്റെ കണ്ടന്റ് മാറ്റി പിടിച്ചോ എന്നുള്ളത്. ഒരിക്കലുമല്ല, രേണു റിലേറ്റഡ് ആണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റും വരുന്നത്. എന്നോട് അല്ലാതെ കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട് എന്തിനാ എപ്പോഴും ഈ രേണുവിൻ്റെ കണ്ടന്റ് ചെയ്യുന്ന മാറ്റി പിടിച്ചിടുക. മാക്സിമം ഇനി നാളെ മുതൽ രേണുവിൻ്റെ കണ്ടന്റ് മാറ്റി ഇടയ്ക്ക് വേറെ കണ്ടന്റ് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് 1-2 പേരെങ്കിലും പറയുന്നുണ്ട് രേണുവിനെ പോലെ ഇരിക്കുന്ന അതുകൊണ്ടാണോ രേണുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല കാര്യമാണ്. ഞാൻ രേണുവിനെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ പുച്ഛോ കാര്യങ്ങളൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നിങ്ങളിങ്ങനെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആയിട്ട് എൻ്റെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ചാനലിൻ്റെ പേരും ആ ഒരു വീഡിയോ ഏതാണ് എന്ന് എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യിക്കണം. ഞാൻ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയെ പറ്റി എൻ്റെ അഭിപ്രായം എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. കാര്യം അറിയാതെ നിങ്ങളൊക്കെ കുറച്ച് തെറി കേട്ടല്ലേ ഗേസ്, എല്ലാവരും ക്ഷമിക്കുക. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ രേണു ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ. ഞാൻ ഫസ്റ്റ് വീക്ക് തന്നെ എവിക്ഷൻ വന്നു, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഈ ഒരു കുട്ടി റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുട്ടിയുടെ ചാനൽ എന്ന് പറയുന്നത് ലുണ ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലാണ്. ഈ കുട്ടിയുടെ സഹോദരിനെ പറയുമ്പോഴാണ് രേണുവിനെ ഇങ്ങനെ ചുമ്മാ പറഞ്ഞിട്ടിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. അത്രയും നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടി റിയാക്ഷൻ വീഡിയോ ഇട്ടു. ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ രേണുവിൻ്റെ ഒരു സഹോദരൻ വന്നിട്ട് ഈ ഒരു റിയാക്ഷൻ വീഡിയോയ്ക്ക് താഴെ കുറേ കമൻറ്റ് ഇട്ടു. പക്ഷേ ഇട്ട കമൻറ്റ് അത്ര നല്ല കമൻ്റ് ഒന്നും അല്ല കേട്ടോ. അത് ഞാൻ പറയുവാണ്, നമുക്ക് നേരെ പോകും. കള്ളത്തരം പറഞ്ഞ് നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. കുറച്ച് ബാഡായിട്ടുള്ള കമൻറ്റാണ് ഇട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കമൻറ്റിനെതിരെയാണ് ഈ ഒരു കുട്ടി ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ തെറി പറഞ്ഞിട്ട് തിരിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ ഒരു കുട്ടിയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ഈ കുട്ടിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ കുട്ടി എന്താണ് പഠിച്ചിട്ട് ഫെയിലാണ്, ഒരു സബ്ജക്റ്റ് പോയി ഇപ്പോൾ വീണ്ടും എക്സാം എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുവാണെന്നൊക്കെ. മിണ്ടാതെ വീട്ടിലിരുന്ന് പഠിച്ചാൽ പോരെ. നമ്മൾ പബ്ലിക്കിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ നെഗറ്റീവ് പറയുന്നവരുണ്ടാകും, പോസിറ്റീവ് പറയുന്നതും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാളെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടിരിക്കുവാണെങ്കിൽ ഈ കുട്ടി മിണ്ടാതിരിക്കും, ഒരിക്കലും ഇല്ല. ഓട്ടോമാറ്റിക്കലി അവർ റിയാക്ട് ചെയ്യും. ആ ഒരു റിയാക്ഷനാണ് ആ ഒരു കമൻറ്റ് ബോക്സിൽ ആ കുട്ടി നമ്മുടെ രേണുവിൻ്റെ സഹോദരനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഇങ്ങനെ വന്നിട്ട് തെറി പറഞ്ഞത് എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആ സെയിം വീഡിയോയ്ക്ക് താഴെ തന്നെ മറ്റൊരു ചേച്ചി, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചി വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇയാൾക്ക് രേണുവിനെ പറയാൻ എന്താണ് യോഗ്യത എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ കുട്ടി കൊടുക്കുന്ന അടുത്തൊരു വീഡിയോ ഉണ്ട്, അതുകൂടെ നമുക്കത് കണ്ടിട്ട് വരാം. ഓക്കെ, എന്റെ പേര് വിജ്ഞയ ബിജു. പിന്നെ ഇനി വിദ്യാഭ്യാസ യോഗ്യതയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിഗ്രി 3 വർഷം കംപ്ലീറ്റ് ചെയ്തു, MA കഴിഞ്ഞു. ഇപ്പൊ ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബറിൽ വരുന്ന എക്സാം എങ്ങനെയും പിടിക്കണം എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ എക്സാം ചെറിയ മാർക്ക് വ്യത്യാസം എനിക്ക് പോവായിരുന്നു. അപ്പോൾ ഇതാണ് ഈ കുട്ടി പറഞ്ഞ കമൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയെല്ലാം ഒത്തിരി ഉണ്ട്. അതായത് അത് പഠിച്ചിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പാട്ട് പഠിച്ചിട്ടുണ്ട്, ഇത്രയും വിദ്യാഭ്യാസം, ഇത്രയും യോഗ്യത പോരെ രേണുവിനെ പറ്റി പറയാൻ എന്നൊക്കെയാണ്. അറ്റ്ലീസ്റ്റ് താങ്കളുടെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന ആ ഒരു കമൻറ്റ് ഉണ്ടല്ലോ, രേണുവിനെ പറ്റി പറയാൻ താങ്കൾക്ക് എന്താണ് യോഗ്യത എന്ന്. ആ ഒരു മെസ്സേജ് പോലും മനസ്സിലാക്കാനുള്ള യോഗ്യത ഇല്ല എന്ന് താങ്കൾ അങ്ങ് വിചാരിച്ചാൽ മാത്രം മതി. ഇത്രയും വൈരാഗ്യത്തോടെ, കാരണം ഞാൻ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ഇടുന്നത് ഈ ഒരു കുട്ടിയുടെ ചാനൽ ഫുൾ അത്രയും നെഗറ്റീവ്, അത്രയും ബാഡായിട്ടാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. ഈ പറയുന്ന കക്കാനും കൊലപാതകമൊക്കെ നമ്മുടെ ഒത്തിരി നടക്കുന്ന ഈ സമയത്ത് അവർക്കെതിരെ റിയാക്ട് ചെയ്യേണ്ടതിന് പകരം സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് മരിച്ച ഒരു കുട്ടി സമൂഹത്തിൽ ഇങ്ങനെ ആ കുട്ടിയുടെ ജീവിതകാലം മുന്നോട്ട് പോകാനുള്ള വഴി നോക്കുമ്പോൾ ആ ഒരു കുട്ടീനെ നെഗറ്റീവ് ആക്കി ഇങ്ങോട്ട് പറയാൻ താങ്കൾക്ക് വേണ്ട ഒട്ടും യോഗ്യത ഇല്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ഈ ഒരു കുട്ടിയും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോയ്ക്ക് താഴെയും എനിക്കൊരു കമൻറ്റ് വന്നിട്ടുള്ളതാണ്. അതിനുള്ളൊരു എക്സ്പ്ലനേഷനും കൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാം. അതിന് മുന്നേ അതും നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനുശേഷം ഞാൻ ഡീറ്റെയിൽ പറയാം. അവർ താമസം തുടങ്ങി ഞാൻ എപ്പം ചെന്നാലും നമുക്ക് അതിനകത്തൊന്ന് കയറാനോ നോക്കാനോ ഒരു സൗകര്യമില്ല. പിന്നെ സൗകര്യം പറഞ്ഞാൽ ഇടയില്ല. കാര്യം നോക്കുമ്പോൾ എന്നറിയാം, ഇവര് ഭാര്യയും ഭർത്താവിനാണ് പിള്ളേർക്ക് വേണ്ടി കൊടുത്തെങ്കിലും ഭാര്യ ഭർത്താവ് 2 കുട്ടികളെ അച്ഛനും അമ്മയും, അതുകൂടാതെ നേനുവിന്റെ ആങ്ങളെയും ഭാര്യയും പിള്ളേരും 10 പേരാണ് വീട്ടിൽ താമസിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ രേണു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലുള്ള അപ്പൂപ്പനാണ് ഈ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. ഈ അപ്പൂപ്പന് ഒരു 73 വയസ്സുണ്ടെന്നോ വാടക കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ രംഗത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീട് വാടക കൊടുത്തതിന് ശേഷം ഈ ഒരു അപ്പൂപ്പൻ അവിടെ പോയി കയറാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വീട് വാടക കൊടുക്കുന്നത് അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ ഇവർക്ക് പോയി വീണ്ടും കയറാൻ വേണ്ടിയിട്ടാണോ? നമ്മളൊരു വീട് വാടക കൊടുത്തിട്ട് വീടിന് അവിടെ പോയി അധികാരം കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് പോവുക, വാടക വാങ്ങാൻ വരിക. കാരണം ക്യാഷ് കൊടുത്തിട്ടാണല്ലോ അവരും താമസിക്കുന്നത്. അത് വിടാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രേണുവും പിന്നെ രേണുവിൻ്റെ റിലേറ്റീവ്സ് ബന്ധത്തിലുള്ള അമ്മ പപ്പയൊക്കെ വന്ന് താമസിച്ചു എന്നാണ്. പിന്നെ അല്ലാതെ വേറെ ആരും വന്ന് താമസിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ആരൊക്കെ വരുന്നു, ആരൊക്കെ താമസിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് വിചാരിച്ചിപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ മാത്രമേ താമസിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നും ഒരിടത്തും ഇല്ല. അതിപ്പോൾ എഗ്രിമെൻറ്റിലായാലും അതില്ല എന്ന് തന്നെയാണ്. കാരണം നമ്മൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ അമ്മ വരാം, പപ്പ വരാം, പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് എല്ലാ നാട്ടുകാരെ പിടിച്ച് വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമോ? അതിനൊന്നും ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഈ ഒരു അപ്പൂപ്പൻ ഇപ്പോൾ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒത്തിരി പേര് നല്ല രീതിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടാകും. നമുക്ക് ബാക്കി വീഡിയോയിലിട്ട് വരാം. പറഞ്ഞ് ഞാന് കിടങ്ങറ അവളെ ചങ്ങനാശ്ശേരിക്കപ്പുറമുള്ള പാർട്ടികളിൽ നിന്ന് 7,000 രൂപ മുടക്കി ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം കൊടുത്തു. അപ്പോൾ നമ്മുടെ രേണുവിൻ്റെ കുടുംബക്കാർ യൂസ് ചെയ്തിട്ട് ആ ഒരു സെപ്റ്റിക് ടാങ്ക് ഫുള്ളായെന്നും ഈ ഒരു അപ്പൂപ്പനാണ് ക്ലീൻ ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അധികം സംസാരിക്കാൻ താല്പര്യമില്ല. കാരണം ഇത്രയും വൃത്തിയായിട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ സമൂഹത്തിലോട്ട് പറഞ്ഞു വിടുന്നല്ലോ, അവരെയൊക്കെ ഒന്ന് സമ്മതിക്കണം. എന്തായാലും ഈ അപ്പൂപ്പനെ ഫോഴ്സ് ചെയ്ത് ഇതിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടാവാം. മേ ബി ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ പറയാനാണെങ്കിൽ ഈ റോഡിലൊക്കെ എത്രയും പെട്രോൾ പമ്പ് കൂടാതെ മറ്റേ ഹോട്ടൽ, ലോഡ്ജ് അതൊക്കെയുണ്ട്. അവിടെയൊക്കെ ഡെയിലി എത്രയും പേര് വരുന്നതാണ്. അവരുടെയൊക്കെ സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മുടെ പേഴ്സണൽ നമ്മുടെ വീട്ടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് എത്രത്തോളം മോശമാക്കാൻ പറ്റും അത്രത്തോളം മോശമാക്കുന്ന ഈ ഒരു സ്വഭാവമാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള 3/4 ആളുകൾക്കും എന്നുള്ളത്. പക്ഷേ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 പേരുടെ ചാനൽ ഞാൻ കാണുന്നുണ്ട് കേട്ടോ, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ എനിക്ക് പറയുന്നത് ഈ പറഞ്ഞ അപ്പൂപ്പൻ എന്താ ഒരു വാടക കൊടുക്കുന്നില്ല, എടുക്കുന്നില്ല എന്നുള്ളതാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നത്. ഞാൻ രേണുവിനെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് രേണു വാടക കൊടുത്തില്ല, അതിനെപ്പറ്റി എന്താണ് ഒപ്പീനിയൻ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനത് പറയാം. നോർമലി കയ്യിൽ ക്യാഷ് വെച്ചിട്ട് ആരും വാടക കൊടുക്കാതിരിക്കില്ല. ആക്ച്വലി നമ്മളൊരു വീട് വാടക താമസിച്ചാൽ വാടക കൊടുക്കണം എന്നതാണ്, അത് 100% ഉറപ്പാണ്, ഞാൻ അഗ്രി ചെയ്യുന്നു. പക്ഷേ ചിലപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ പോലെ ഇരിക്കാം. കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി കൊടുക്കുമായിരുന്നിരിക്കാം. പിന്നെ നമ്മുടെ രേണുവിന് അധികം പണമോ കാര്യങ്ങളോ പുറത്തുനിന്ന് പണമോ ഒന്നും വരുന്നില്ല. ആക്ച്വലി രേണുവിനെ വെച്ച് പണം ഉണ്ടാക്കുന്നതും ഇപ്പോൾ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബേഴ്സാണ്. രേണുവിനെ വെച്ച് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി ഡെയിലി ഓരോന്നിങ്ങനെ പടച്ചു വിടുവാണ്. അപ്പോൾ അവരാണ് പണക്കാരായിക്കൊണ്ടിരിക്കുന്നത്. രേണുവിൻ്റെ പണം ഉണ്ടായിട്ട് കൊടുത്തില്ല എന്നാണെങ്കിൽ ശരി, ഓക്കെ, നിങ്ങൾ ഈ പറയുന്നതിന് ന്യായമുണ്ട്. പിന്നെ അത് ഈ പറഞ്ഞ പോലെ അപ്പൂപ്പൻ ആയതുകൊണ്ടും ആ ഒരു ക്യാഷ് കൊടുക്കേണ്ടതാണ്. ചിലപ്പോൾ മേ ബി അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം. ഇതൊന്നും ഇത്ര വലിയ ഇഷ്യൂ ഉണ്ടാക്കി പുറത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ അടുക്കളയിൽ അങ്ങനെ അവരുടെ കുടുംബത്തിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇതുപോലെ വേറെ ഒരാളുടെ കുടുംബത്തിൽ പോയി നിങ്ങൾ വാടക കൊടുത്തില്ല, എന്തുകൊണ്ട് വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ആരുടെയും കുടുംബത്തിൽ പോയി ചോദിക്കുമോ? അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങുക. എന്തുകൊണ്ട് രേണുവിൻ്റെ പിറകെ മാത്രം പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗെയ്സ്, ഇതാണ് എൻ്റെ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് വീഡിയോയുടെ ആ ഒരു ചാനലിൻ്റെ പേരും ആ ഒരു വീഡിയോയുടെ പേരും ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.